ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of our Lord be praised. ചില മാസങ്ങൾക്ക് ശേഷം ബൈബിൾ സ്റ്റഡിയുമായി നിങ്ങളുടെ മുമ്പായി ഇങ്ങനെ നിൽക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank the Lord for allowing me to stand before you after a break of a few months. എൻ്റെ പ്രിയ സഹോദരൻ ബിജുവിനെയും ദൈവം ഇതിനായിട്ട് ഒരുക്കി. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. Praise God for this opportunity to minister together. നിങ്ങളെല്ലാവരും അറിയുന്ന പോലെയും പാപ്പച്ചാൻ ഇപ്പോൾ പറഞ്ഞ പോലെയും യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. As Papa Jangal reminded us, we have been studying from the first epistle of John. പാപ്പച്ചാൻ വായിച്ചതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം, എന്തിനാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതിയത് എന്ന് താൻ നമ്മളെ വായിച്ച് കേൾപ്പിച്ചു. We also just heard the purpose why John's gospel was written. അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നിന്നാണ് വായിച്ചത്. Uncle read from John chapter 20 verse 31. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. But these are written that you may believe that Jesus is the Messiah, the Son of God, and that by believing you may have life in his name. യോഹന്നാൻ എന്തിനാണ് സുവിശേഷം എഴുതിയത്? യോഹന്നാൻ സുവിശേഷം എഴുതിയതിൻ്റെ കാരണം യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. The purpose for why John wrote the gospel is so that all who read it may believe in the name of the Lord Jesus Christ, who is the Messiah. എന്നിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്നാ എടുക്കണം? വിശ്വസിച്ചിട്ട് അവരുടെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഞാനിത് എഴുതുന്നത്. Then there's a second purpose. He mentions that not only believe that you should have life in his name. അപ്പം ഫ്യൂച്ചറായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു. ഞാനിത് എഴുതുകയാണ്, യേശു എന്ന ദൈവപുത്രനായ ക്രിസ്തു, അവനിൽ നിങ്ങൾ വിശ്വസിക്കണം, അവനിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും എന്നുള്ള കാര്യം താൻ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുക. So very clearly John through his gospel is communicating to us the twofold purpose of writing the gospel. എന്നാൽ തൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ താൻ അത് ആധികാരികമായിട്ട് പറയുന്ന വേറൊരു കാര്യമാണ്. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ യേശു എന്ന ഈ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തുണ്ട്? നിങ്ങൾക്കിപ്പോൾ നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് നിങ്ങൾ അറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത്. When we come to the epistle, John reminds us that you already have this life in Jesus Christ, and I want you to be sure. I want you to have the certainty that you have this eternal life with you. എന്തുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനം, ഒന്നാം ലേഖനത്തിന് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് അവനെ ഏറ്റുപറഞ്ഞവരാണ് നമ്മൾ. എന്നാലും പലപ്പോഴും വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മളിൽ കടന്നു വരുന്ന ഒരു ചിന്തയാണ്, ഞാൻ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവനാണോ? We all have accepted the Lord Jesus Christ into our lives, and we are doing our best in living the Christian life. But as time passes, it is quite natural for a doubt or questions to come to our mind that, am I truly a believer? Am I truly a Christian? അതുകൊണ്ട് ഈ യോഹന്നാൻ്റെ ലേഖനം പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഞാൻ തീർച്ചയായിട്ടും ഒരു ദൈവ പൈതലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ യേശു എന്ന ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ്, എനിക്ക് നിത്യജീവനുണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പഠിക്കുന്നത്. So I studied the epistle of John. The purpose is that I may know for sure that I have eternal life that is given to me by Jesus Christ, and further so that I may have the surety that I am a child of God. അപ്പോൾ ഇവിടെ യോഹന്നാൻ 3 കാര്യത്തിൽ കൂടി നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് ശരിക്കും എനിക്ക് നിത്യജീവൻ ഉണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് താൻ തരികയാണ്. By asking 3 questions, John is helping the readers, the believers of his time, to reflect into themselves and be more sure and certain of the fact that they are
children of God. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് ചോദിക്കുന്നത്? ഒന്ന്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണോ? The first question he's asking is, do you know who God is? ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ 7 കാര്യങ്ങളെ താനോട് പുറയിൽ പറയുകയാണ്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ അനുസരിക്കുന്നവരാണ്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ്. So the real test if a person knows God is 7-fold. These by pointing out these 7 things, John is helping readers, then John is helping us ask the question and reflect, are we truly Christians? അതാണ് നമ്മൾ യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 3 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. നാം ആ ഭാഗം കവർ ചെയ്തതാണ്. So we already covered that content which is found in 1 John chapter 2 from verses 3 until verses 24. അവിടെ നമ്മൾ എന്താണ് പഠിച്ചത്? ഒത്തിരി ദിവസങ്ങളായതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അയവിറക്കാം. Because it's been a while, let's reflect on what we studied from that chapter. നമുക്ക് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. Verse 3, 1 John chapter 2 verse 3. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. We know that we have come to know him if we keep his commands. അപ്പം ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? നമ്മൾ അവന്റെ കൽപ്പനകളെ. So the first is that if we claim to know God, the first thing we should be doing is we must be obeying or keeping his commands. എന്താണ് കർത്താവിന്റെ കമാൻഡ്മെന്റ്, കൽപ്പന എന്താണ്? 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. What is the command or what are the commands that John is referring to? We find that in chapter 3 verse 23. അവന്റെ കൽപ്പനയോ? എന്താണ് അവന്റെ കൽപ്പന? What is his command? അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കണം. And this is his command, to believe in the name of his son Jesus Christ. പിന്നെ വേറെന്താണ്? അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കണം. And to love one another as he commanded us. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. അവൻ കൽപ്പന തന്നതുപോലെ നമ്മൾ അന്യോന്യം തമ്മിൽ സ്നേഹിക്കണം. So the first thing we need to do is we have to obey, keep his commandments, and also we have to love the Lord and also our neighbors just like he commanded. 2-ാം അധ്യായം നമ്മൾ വായിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ, when we keep on reading chapter 2, 12 മുതലുള്ള വാക്യങ്ങളിൽ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, when we read specifically verses 12 down to verse 15, അവിടെ പറയുകയാണ്, അല്ലയോ കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, അതുപോലെ തന്നെ യുവാക്കളെ. the 3 groups of people are addressed there. Dear children, I'm writing to you fathers, I am writing to you young men. നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചവരാണ്. നിങ്ങൾ ദൈവവചനത്തിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആത്മീയ വർധനവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കേണ്ടവരാണ് എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. By addressing these 3 groups, he said that you already know him from the beginning. You know the Father. And because you are strong, now you have to continue to walk in the faith. 4-ാമത്തെ കാര്യം എന്താണ്? 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. Verse 15 through 17 points out the 4th thing, and that is, do not love the world or the things in the world. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും എന്ന് അവിടെ എന്നേക്കും ഇരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. Whoever does the will of God lives forever. വീണ്ടും നമ്മൾ 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ദുരുപദേശത്തിൽ നിന്ന് ഉപദേശങ്ങൾ നിങ്ങൾ പഠിച്ച് ദുരുപദേശത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കേണ്ടവരാണ്. Verses 18 through 23 we see a strong caution or a warning that you have to be very careful and stay away from heretical doctrines. 20 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കും, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ ഇത് അറിയാലും വ്യാജമൊന്നും സത്യത്തിൽ വരാത്തതിനാലുമാണ് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നതല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, പിതാവ്, പുത്രൻ, പരിശുദ്ധൻ
ആ പരിശുദ്ധാത്മാവ് ആ തൃത്വത്തിലുള്ള നമ്മളുടെ വിശ്വാസം അതിനെ ഊന്നി താനിവിടെ പറയുകയാണ്. From verses 20 all the way down to 23, John is emphasizing or making it very concrete about the triune nature of God. And in verse 23 says, no one who denies the Son has the Father. Whoever acknowledges the Son has the Father also. വീണ്ടും നമ്മൾ 24 വാക്യം മുതൽ 27 വാക്യം വരെ പോകുമ്പോഴത്തേന് അവിടെ പറയുകയാണ്, നിങ്ങൾ ആദ്യം കേട്ട ആ സുവിശേഷം ഉണ്ടല്ലോ, ആ സുവിശേഷത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടവരാണ്. സുവിശേഷത്തിൽ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിത്യജീവൻ ഉള്ളവരാണ്, അതുകൊണ്ട് ആദ്യം കേട്ട ആ സുവിശേഷത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടവരാണ്. Verses 24 down through 27, it says that since you have eternal life in you, since you are inheritors of the eternal life, it's very important that you have to remain in that life. വീണ്ടും 28-29 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവൻ പ്രത്യക്ഷനാവുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നാം ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് നമ്മൾ അവനിൽ വസിക്കണം. And the last two verses of chapter 2 talks about when Jesus Christ appears, that we may not be ashamed, that we may be found people who are confident, and because of that we have to remain in him. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അറ്റ്ലീസ്റ്റ് ഈ പോയിന്റ് നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കണമേ എന്നുള്ളത്. I have a true desire that these points are established well within our thinking. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ വരുന്ന ഞാൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവനാണോ എന്ന് യോഹന്നാൻ ചോദിക്കുന്നതാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. When I hear the question, is someone born again, the first question that comes to me is what John is asking, do you really know God? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7 കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുക. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നവനാണോ? അതെ, ഞാൻ കർത്താവിൽ Do I വിശ്വസിക്കുന്നവനാണ്. believe in God? Yes, I do. ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവനാണോ? അതെ, ഞാൻ സഹോദരനെ Do സ്നേഹിക്കുന്നവനാണ്. I love my fellow brethren? Yes, I do. അതുപോലെ ഞാൻ ദൈവവചനത്തിൽ ദൈനംദിനം വളരുന്നവനാണോ? അതെ, ഞാൻ വേദോത്സവം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, ഞാൻ ദൈവവചനത്തിൽ ദിവസത്തോറും വളരുന്നുണ്ട്. Am I continuing to grow in the word? Yes, I practice, I read the word of God and meditate on it daily. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. എൻ്റെ എപ്പോഴുള്ള ആഗ്രഹം ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാതെയുള്ള ഒരു ജീവിതം ആയിരിക്കണമെന്നുള്ളതാണ്. ആ നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. My true desire is that I do not love the world or love the things in the world. അതുപോലെ തന്നെ സത്യമായ ആ ഉപദേശത്തിന് വേണ്ടി നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സത്യമായ ഉപദേശം എപ്പോഴും പഠിക്കുവാനും അറിയുവാനും ഞാൻ ജാഗരിച്ചുകൊണ്ടിരിക്കണം. My desire and my effort is that I will always learn and study and remain in the correct doctrine. ആദ്യമായിട്ട് ഞാൻ കേട്ട ആ സുവിശേഷം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ആ സുവിശേഷത്തിൽ കൂടി എനിക്ക് ലഭിച്ച ആ നിത്യ രക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ ആ നിത്യജീവനെക്കുറിച്ച് ഞാൻ എപ്പോഴും സന്തോഷിക്കുന്നവനുമായിരിക്കണം. I constantly examine and I remember the first time I heard the gospel, I continued to remain in that gospel, and as a result of that, do I find myself happy and joyful? അതുപോലെ 7ാമത്തെ കാര്യം, ഞാൻ കർത്താവിൽ ക്രിസ്തുവിൽ വസിക്കുന്നവനായിരിക്കണം. And the 7th thing is that I must be a person, if I'm a true Christian, I have to remain or abide in Christ. അപ്പോൾ ഈ ഒരു 7 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും കർത്താവിനോടുള്ള ആ കൂടുതലുള്ള ബന്ധത്തിൽ നമുക്ക് മുന്നോട്ട് പോയി നമ്മുടെ രക്ഷയെ ഉറപ്പാക്കുവാനും നമ്മൾക്ക് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. I strongly believe that as we run these 7 things through our awareness, that we will be able to continue as strong believers and true Christians. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണോ? അതിനുള്ള 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. So the first question, there are 7 answers or 7 tests given to the first question, do you know God? ഇനിയിപ്പോൾ 2ാമത് യോഹന്നാൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? The second question John is asking is, do you truly love God? അത് താൻ പരാമർശിച്ചിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4-ാം അധ്യായത്തിന്റെ 21 വരെയുള്ള വാക്യങ്ങളിലാണ്. To answer that question, we have to read from John chapter 3 verse 1 all the way to verse 21 in chapter 4. അവിടെ താന് 7 ചോദ്യം 1-ാം അധ്യായത്തിൽ ചോദിച്ചിരിക്കുന്ന പോലെ 6 ചോദ്യം 2-ാമത്തെ 3-ാമത്തെ 4-ാമത്തെ അധ്യായത്തിൽ ചോദിച്ചിട്ട് നമ്മോട് ചോദിക്കുകയാണ്,
ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. So the answers to the second question are found in this text where John lists 6 things. If you are doing these 6 things, then you are truly loving God. എന്താണ് ഈ 6 കാര്യങ്ങൾ യോഹന്നാൻ നമ്മളോട് പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? What are these 6 things? What are we supposed to do if we truly love God? ഒന്ന്, ദൈവം നമ്മളോട് കാണിച്ച സ്നേഹം, ആ സ്നേഹത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നവരായിരിക്കണം. The first thing is that we have to understand and comprehend the depth of the love the Father has shown. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് The കാണാൻ first 3 പറ്റും. verses of John chapter 3 tells us. ദൈവത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ പാപത്തിൽ നിന്നും അല്ലെങ്കിൽ പാപ വഴികളിൽ നിന്നും എപ്പോഴും മാറി ഉള്ള ഒരു ജീവിതം എനിക്കുണ്ടായിരിക്കും. If I am a person who truly loves God, then consistently I have to live a life by removing myself from sinful ways. അത് 3-ാം അധ്യായത്തിൽ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. Verses 4 through 9 talk about this thing. അതുപോലെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? അത് നീതിയും അതുപോലെ തന്നെ സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. Then John talks about our life should be characterized by righteousness, doing the right things, and also a life full of love. അത് 3-ാം അധ്യായത്തിന് 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. Verses 10 through 17 talk about this. അതുപോലെ നിർമ്മലമായ ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ഹൃദയത്തിന് ഉടമകളായിരിക്കണം നമ്മൾ. അത് 3-ാം അധ്യായത്തിലെ 18 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. Verses 18 through 24 invites and calls us to be owners of hearts that are pure. ദുരുപദേശക്കാരുടെ ആത്മാവിനെ പരീക്ഷിക്കുന്നവരായിരിക്കണം നമ്മൾ. 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്. Chapter 4, the first 7 verses talk about we have to constantly examine the doctrines that we are hearing. 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. Verses 7 through 21 of the epistle of John chapter 4 talks about loving others. നമ്മൾ ഇന്ന് അതാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിന് അറിയുവാൻ സാധിക്കുന്നത്. Tonight we are going to study these 6 things that really characterize or try to answer the question, do I truly love God? ഇതിന്റെ ആദ്യത്തെ 2 പോയിന്റ് നമ്മൾ ഒന്ന് പഠിച്ചതാണ്. എങ്കിലും നമുക്ക് ഒന്നുകൂടി വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. Chapter 3, the first 3 verses, we had already discussed this first 2 points, but let's review it again. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആവുന്നു. See what great love the Father has lavished on us, that we should be called children of God, and that is what we are. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാവുന്നു. The reason the world does not know us is that it did not know him. Dear friends, now we are children of നാം God. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. And what we will be has not yet been made known. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്നും അറിയുന്നു. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. But we know that when Christ appears, we shall be like him, for we shall see him as he is. All who have this hope in him purify themselves just as he is pure. ഓ ദൈവം എന്നോട് കാണിച്ച ആ സ്നേഹം, ആ സ്നേഹത്തിന്റെ വലിപ്പം, അതിന്റെ മഹത്വം, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവമേ, ഞാൻ നിന്നെ കൂടുതലായിട്ട് സ്തുതിക്കുകയാണ്, ഞാൻ നിന്റെ സ്നേഹത്തെ അറിയുകയാണ്. The more I think about the love of God that God demonstrated towards me, the more I love God and the more I get closer to God. അയ്യോ, ഈ ലോകത്തിൽ ഞാൻ പാപിയായിട്ട് ജീവിച്ചവനായിരുന്നു. There was a time when I lived in this world as a sinner. ഈ ലോകത്തിൽ എന്നെ ആർക്കും വേണ്ടായിരുന്നു. There was a time when no one wanted me. ദൈവത്തെ ഞാൻ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ട് ദൈവത്തെ എതിർത്തുകൊണ്ട് ജീവിച്ചു I വരുവാനാണ്. was constantly complaining and rejecting God. എന്നാൽ ഇന്ന് എന്നെ വിളിക്കുന്നതാണ്, നീ ദൈവത്തിന്റെ മകനാണ്, അല്ലേ? നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുകയാണ്. But today, here in this verse, we said, in spite of all of that, God calls us his children. എൻ്റെ പ്രിയമുള്ളവരെ, എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത്. My dear believers, what a great honor and what a great
position and stature. എന്തുകൊണ്ടാണ് God has ഇങ്ങനെ ഒരു given us. പദവി നമുക്ക് ലഭിച്ചത്? Why did we receive such a great നമ്മൾ എന്തെങ്കിലും stature? ചെയ്തിട്ടാണോ? Is it because of anything we did? ഇല്ല. No. ദൈവം നമ്മളെ നിരുപാധികം സ്നേഹിച്ചു. It's because God loved us unconditionally. അവൻ തന്റെ ഏകജാതനായ പുത്രനെ നമ്മൾക്ക് വേണ്ടി താഴ്ചയേറിയ ഭൂമിയിലേക്ക് അയച്ചു. God sent His only Son into this world to love ആ us. കാൽവറിയിലെ ക്രൂശിൽ അവനെ തകർത്ത് കളയുവാൻ തക്കോണം പിതാവിന് എന്നോട് ഇഷ്ടം തോന്നി. Because God loved me so much, and as a result of that love, He chose to destroy, to punish His Son on എന്റെ the പാപം cross of മുഴുവൻ Calvary. അവന്റെ മേൽ ചുമത്തി All my sins were laid on Him എന്നെ നിരുപാധികം പാപമില്ലാത്തവനാക്കി തീർത്തു. and made me completely clean, devoid of any sin. ഞാൻ കർത്താവിൽ ആശ്രയിച്ചപ്പോൾ ഞാൻ കർത്താവിൽ മരിച്ചവനായിട്ടും കർത്താവിൽ ഉയർത്തെഴുന്നേറ്റവനായിട്ടും ദൈവം എന്നെ തീർത്ത് അവന്റെ മകനാക്കി എന്നെ അവൻ തീർത്തു. When I trusted in God, though once I was dead to Christ, He redeemed me and He made me His child. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം For കൊടുത്തു. God has given the authority and freedom that whosoever believes in Him, that they can be called children of God. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മക്കളാണ്. My dear believers, today you and I are children of God. ലോകത്തിലുള്ളവർക്ക് നമ്മളെ അറിയത്തില്ല, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. Maybe people in the world might not know who we are, but we belong to God. അത് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. What a great position that is to be called as God's children. അങ്ങനെ തന്നെ നാം ആകുന്നു എന്നാണ് പറയുന്നത്. അത് ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. And John is making it very concrete by saying that it is that way and that is who we are. വീണ്ടും താൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദൈവമക്കളാണ്. അതായത് ഇന്നലെ നിങ്ങൾ ദൈവമക്കളാണെന്നല്ല, ഇപ്പോൾ നാളെ നിങ്ങൾ ദൈവമക്കളാണെന്നല്ല പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ദൈവമക്കളാണ്. He is emphasizing the fact that even right now you are children of God. അതുകൊണ്ട് തീർന്നോ? ഇല്ല. It doesn't stop there. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും. But we know that when Christ appears, we shall be like Him. We will see Him like He is. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. What a great blessed people we are. എത്രമാത്രം പ്രത്യാശയാണ് നമുക്ക് തന്നിരിക്കുന്നത്. How much hope God has given us. ഞാൻ എനിക്ക് വേണ്ടി മരിച്ച ഈ കർത്താവിനെ നേരിൽ കാണും. I will see the Lord who died for me. അവനെ കാണുമ്പോൾ ഞാനും അവനെ പോലെയാകും. And when I see Him one day, I will realize that I will be like Him. ഞാൻ അവനിൽ സന്തോഷിക്കുകയാണ്. അവന്റെ രക്ഷയിൽ ഞാൻ ഇപ്പോൾ സന്തോഷിക്കുന്നു. I rejoice so much in the salvation that God has given me. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. Romans chapter 8 verse 29 reads like this. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. For those God foreknew, He also predestined to be conformed to the image of His Son, that He might be the firstborn among many brothers and sisters. അവൻ സഹോദരന്മാരിൽ ആദ്യജാതനാണ്, എന്നാൽ നമ്മളെ അടുത്തിരിക്കുകയാണ്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ മുൻ നിയമിച്ചിരിക്കുകയാണ്. God has, even though He is the firstborn, but God has predestined us so that we'll be conformed to the image of His വീണ്ടും Son. ഫിലിപ്പിയലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. In the book of Epistle of Philippians chapter 3, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. the last verse, Jesus Christ, who by the power that enables Him to bring everything under His control, will transform our lowly bodies so that they will be like His glorious അവന്റെ body. ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. That our bodies will be transformed in the likeness of the body of the Lord Jesus. വീണ്ടും കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തില് Book of Colossians chapter 3 verse 4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. When Christ, who is your life, appears, then you also will appear with Him in glory. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രത്യാശയും ഇതിനെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്തോഷവും നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടുണ്ടോ? My dear brothers and sisters, is there any other blessed position, stature, or blessing that we can get in this earth other than what God has done for എന്നെ us? നിരുപാധികം സ്നേഹിച്ച ദൈവമേ,
A God who loved me നിന്റെ unconditionally. പൊന്നോമന കുമാരനെ എനിക്ക് വേണ്ടി തന്നവനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരണം എനിക്ക് അവനിലൂടെ എത്രയോ ശ്രേഷ്ഠമായ പദവിയാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് ദൈവത്തിന്റെ മകനാണ്. Today I am a son of God, and I praise and glorify God who sent his only begotten son so that I may be redeemed. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണോ എന്നറിയുവാനായിട്ട് ദൈവം എന്നെ സ്നേഹിച്ച ആ വിധങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അവൻ എന്നെ സ്നേഹിച്ച വിധങ്ങളിൽ ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് ആനന്ദം ലഭിക്കുകയും ഞാൻ നിത്യജീവൻ അവകാശിയാണ് എന്ന് എനിക്ക് ഉറപ്പ് വരികയും. So to answer the question, do we truly love God, first thing we have to do is to think about the great love, the greatest love God manifested in Jesus Christ so that I will be redeemed. When I think of that and reflect of that and try to understand that, then I can say that I truly love. അവിടെ നിന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നു. ഇത്രമാത്രം ദൈവം എന്നെ സ്നേഹിച്ചെങ്കിൽ ഞാൻ വീണ്ടും ഈ പാപത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകേണ്ടവനാണോ, പോകുന്നത് ശരിയാണോ? Then comes the second question. If God loved me so much, then can I continue in sinful ways? അതുകൊണ്ട് പാപത്തിൽ നിന്നും പാപത്തിന്റെ വഴികളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു ജീവിതം, അങ്ങനെയുള്ള ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത് എന്ന് ഇവിടെ നിന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. I am convinced that because of God's greater love for me, that I cannot afford to continue to walk in sinful ways, and hence I must remove myself from any appearance of sin. നമുക്ക് 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെയാണ് പാവത്തിൽ നിന്നും പാവ വഴികളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Verses 4 through 9 tells us the necessity of staying away from sin and sinful ways. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. Everyone who sins breaks the law. In fact, sin is lawlessness. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. But you know that he appeared so that he might take away our sins, and in him is no sin. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. No one who lives in him keeps on sinning. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. No one who continues to sin has either seen him or known him. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന് പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. Dear children, do not let anyone lead you astray. The one who does what is right is righteous, just as he is righteous. The one who does what is sinful is of the devil, because the devil has been sinning from the beginning. The reason the Son of God appeared was to destroy the devil's work. No one who is born of God will continue to sin, because God's seed remains in them. They cannot go on sinning, because they have been born of God. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. Everyone who sins breaks the law. In fact, sin is lawlessness. നാം വായിക്കുന്ന പോലെ എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നതായിട്ട് നാം റോമലേഖനത്തിൽ വായിക്കുകയാണ്. In the book of Romans we read that all have sinned and have fallen short of മനുഷ്യൻ the glory അവൻ of God. പാപിയാണ്. Entire humanity is sinful. അവൻ പാപി എന്നുള്ള മാത്രമല്ല, അവൻ പാപ സ്വഭാവമുള്ളവൻ കൂടിയാണ്. It's not only that we human beings we commit sin. Our very nature is sinful. എന്തുകൊണ്ടാണ് അവൻ പാപ സ്വഭാവമുള്ളവനായി തീർന്നത്? കാരണം അവൻ ദൈവ നിയമം ലംഘിച്ചു. Well, how did this nature of sinfulness come? Because we broke God's law. അങ്ങനെ ദൈവ നിയമം ലംഘിച്ച് ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കുന്ന ഈ മനുഷ്യൻ പാപിയാണ്, പാപം ചെയ്യുന്നവനാണ്. Because we broke God's law and we have run away from God, we commit sin and we have the essence or nature of sin within ഒരു us. തരത്തിലും ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ അവന് കഴിയാതെ ഇരുന്ന സമയം
There was a time when there was no way a human being could even approach God. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ദൈവം താൻ തക്ക സമയത്ത് ഈ മനുഷ്യനെ And സ്നേഹിക്കുകയാണ്. at that right time when humanity had no way of approaching God, God sent Jesus നമ്മൾ Christ. വായിക്കും, താൻ ദൈവരൂപത്തിലിരിക്കെ അവൻ മനുഷ്യനായി ഭൂമിയിൽ He was in അവതരിക്കുകയാണ്. the form of God and he came down to the earth as a human being. അവൻ ഈ ഭൂമിയിൽ പാപമില്ലാത്ത ഒരു ജീവിതം ചെയ്യുന്നു. He lived a sinless life on this earth. അവിടെ നമ്മൾ വായിക്കുന്ന അവൻ അല്ലെങ്കിൽ he is a perfect man, he is an ideal man when he was in this world. ഇംഗ്ലീഷ് തന്നെ ഐഡിയൽ മാൻ. അത് വേറൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നീതിയോടുള്ള ബന്ധത്തിൽ അവൻ നീതിയുടെ മൂർത്തിഭാവമായിരുന്നു. He was the epitome of righteousness. Whatever is right, that can be seen in Jesus Christ. അങ്ങനെ പൂർണ്ണനായിട്ടുള്ള ദൈവം, പാപം ഇല്ലാത്തവനായിട്ടുള്ള ദൈവം, Such a perfect God, a God in him there is no sin. ആ മനുഷ്യനിൽ ദൈവം മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപം ചുമത്തുന്നതായിട്ട് നാം God കാണുന്നു. took the sin of entire humanity and laid it upon his own son Jesus ആ Christ. കാൽവറിയിലെ ക്രൂശിൽ പാപമാക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ നാം കാണുകയാണ്. We see on the cross of Calvary Jesus Christ who was made sin. പാപിയായ ഞാൻ, കർത്താവേ ഞാനൊരു പാപിയാണ്, നിനക്കാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ പിതാവായ ദൈവം എൻ്റെ പാപവും ആ കർത്താവിൽ ചുമത്തിയതായിട്ട് വന്ന് എന്നെ പാപരഹിതനാക്കി Oh തീർക്കുകയാണ്. Lord Jesus, please make me your child. When I pray that, please cleanse me, please forgive me, I want to accept you. What God is doing is that he takes my sin and puts it on the Lord Jesus Christ. കർത്താവിനെ നീതിയാൽ നീതീകരിക്കപ്പെട്ട വിശ്വാസി, That we are made righteous, we are made right through the Lord Jesus അങ്ങനെയുള്ളവർ Christ. എന്താ ചെയ്യുന്നത്? ഇവിടെ വായിക്കുന്നത്, അവന് What do such people do? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അവനിൽ പാപമില്ല, പാപമില്ലാത്തവനാണ് നമ്മളുടെ പാപം ചുമന്നത്. The one who bore our sins is the very one in whom there is no sin. നമ്മളെന്താണ്? അവനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചാൽ വീണ്ടും ജന്മം പ്രാപിച്ച നമ്മള് അവനിൽ വസിക്കുന്നവരാണ്. And we who have been born again, who have been redeemed by him, we continue to remain or abide in ആറാം him. വാക്യം പറയുന്നത് എന്നാണ്? Verse 6. അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല. No one who lives in him keeps on sinning. അവിടെ പാപം ചെയ്യുന്ന പറഞ്ഞാൽ, പാവം എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട്, അതായത് തുടർമാനമായിട്ട് അവർ പാപം ചെയ്യുന്നില്ല. മനുഷ്യനല്ലേ, മനുഷ്യൻ ബലഹീനനാണ്, മനുഷ്യൻ പാപം ചെയ്യും. ഒരുവൻ പാപം ചെയ്തു എങ്കിലോ യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്കുണ്ട്, അവൻ്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് താൻ പറയുന്നുണ്ട്. ഇത് പാപത്തിൽ തന്നെ തുടരുന്നതിനെയാണ് പറയുന്നത്. We know that as human beings we are weak, we are feeble, we will commit sin. But what John is talking about is here a lifestyle or a practice of continuing to sin. അപ്പോൾ കർത്താവിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ പാപത്തിൽ തുടരാതെയുള്ള ഒരു ജീവിതമാണ് നമുക്ക്. When we remain in the Lord Jesus Christ, our lifestyle is such that we will not continue, we will not keep on sinning. എന്നാൽ ഏഴാം വാക്യത്തിൽ ഇവിടെ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ആരും നിന്നെ തെറ്റിക്കരുത്. In verse 7 it says that, dear children, do not let anyone lead you astray. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതുപോലെ നമ്മുടെ രക്ഷ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ രക്ഷ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടവരാണ്. We heard previously that once we have received that salvation, it is our duty to move towards the perfection of the Lord Jesus ഇവിടെ Christ. തെറ്റിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ലോകത്തിലൂടെയൊക്കെ എനിക്ക് നടക്കുവാനായിട്ട് കഴിയും, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ആ ഒരു നിലയിലേക്ക് നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ പാടില്ല എന്ന് അപ്പോസ്തലനോട് ഓർപ്പിക്കുകയാണ്. John is specially reminding his listeners, the believers here, that it is possible for you to have this thought that I am redeemed, I am a Christian, I am a believer. But he's saying that be on the watch, because do not. അവിടെ ഏഴാം വാക്യത്തിൽ പറയുന്നത്, അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ മാത്രമേ നീതിമാൻ ഉള്ളൂ, അതുകൊണ്ട് നീതിയുള്ള ഒരു ജീവിതം നമ്മൾ ചെയ്യണം എന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുക. So instead of anyone leading us astray, John is saying that the one who does what is right is righteous, just as he is righteous. വീണ്ടും എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനല്ലോ.
The one who does what is sinful is of the devil, because the devil has been sinning from the beginning. എന്നാൽ ഇവിടെ പിന്നീടുള്ള വാക്യത്തിൽ എന്താണ് പറയുന്നത്? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. But then later it says that God appeared so that he may do away with the work of the devil. നമ്മുടെ കർത്താവ് അവൻ സാത്താനെ ജയിച്ചവനാണ്. Our Lord Jesus Christ defeated Satan. മരണത്തിന് മേൽ നമ്മുടെ കർത്താവ് അധികാരം ഏറ്റെടുത്തവനാണ്. Our Lord Jesus Christ established his authority over death. പാതാളമേ നിന്റെ വിജയം എവിടെ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് വിജയശ്രീയിൽ ആളിതനായതാണ്. Oh hell, where is your victory? Our Lord Jesus Christ is challenging death. റോമലേഖനം നമ്മൾ വായിക്കുന്ന പോലെ നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുവാനായിട്ട് അവൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം നമ്മുടെ കർത്താവ് അവനെ തോൽപ്പിച്ചവനാണ്. Romans chapter 8 we read that because of the death of Jesus Christ, then now because of his great love, there is nothing that can separate us from his love, even death. സാത്താൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ സ്വഭാവം അവനിൽ വസിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. The reason the Son of God appeared was to destroy the devil's work. No one who is born of God will continue to sin, because God's seed remains in them. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ് കർത്താവിൽ നിന്ന് ജനിച്ചവർ അവരാരും പാപം ചെയ്യുന്നില്ല. കാരണം അവിടെ അവന്റെ വിത്ത് അവനിൽ വസിക്കും. Because God's seed remains in the one who believes in the Lord Jesus Christ, they cannot continue in sin. എന്താണ് അവന്റെ വിത്ത്? ഇവിടെ എന്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞത് അവന്റെ സ്വഭാവം അവനിൽ വസിക്കുന്നു എന്നാണ്. And what other translators say that because his nature, his very nature resides in us, and because of that we cannot keep അല്ലെങ്കിൽ on sinning. പുതിയ സൃഷ്ടിയുടെ വിത്ത് എന്ന് പറയാം അതിനെ. We can say that this seed is the seed of the new, a person becoming a new creation. പുതു മനുഷ്യന്റെ വിത്ത് എന്ന് അതിന് പറയാം. Or the seed of a new man. അതുപോലെ ഇവിടെ നമ്മൾ കാണിച്ച പോലെ പുതിയ ഒരു സ്വഭാവം എന്ന് അതിന് പറയാം. Or it could be the seed of a new character, a new person. എന്നാൽ അതിനെയൊക്കെ സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. In brief, we can say that it is through the work of the Holy Spirit that we are able to live. നമ്മളിലുള്ള ആ പരിശുദ്ധാത്മാവ് പാപം ചെയ്യാതെ നമ്മളെ സൂക്ഷിക്കുന്നു. It is the Holy Spirit who keeps us away from sin and reminds us of sinful ways and deviates us from sin. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളതുകൊണ്ട് ഇവിടെ പറയുകയാണ് ജനിച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യില്ല. Because of the presence of the Holy Spirit, here it is written that because God's seed is remaining in them, they cannot go on sinning. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യമാണ് ദൈവ സ്നേഹം, അതായത് നിങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നു. So the second question, do you really love God? അതിന്റെ രണ്ട് പോയിന്റുകളാണ് നമ്മൾ ചിന്തിച്ചത്. We discussed the 2 points from there. ദൈവമേ, ഞങ്ങൾ നിന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. Lord, we truly love you. കാരണം നീ ഞങ്ങളെ സ്നേഹിച്ചു. Because you loved us first. നിന്റെ സ്നേഹം കാൽവറിയിലെ ക്രൂശിൽ കാണുമ്പോൾ ഞങ്ങൾ നിന്നിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഞങ്ങൾ നിന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു. When we see the love of God demonstrated on the Calvary cross, in the cross of Calvary, we are drawn, we are attracted to that love. രണ്ടാമത് ഇത്രമാത്രം സ്നേഹിച്ച ഒരു ദൈവമേ, ഞങ്ങൾ പാപം ചെയ്തു നിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ദുഃഖിപ്പിക്കുവാൻ കഴിയും? And second thing, God, because you demonstrated such great sacrificial love, how can we hurt you? How can we cause pain to you? അതുകൊണ്ട് ദൈനംദിനമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പാപത്തെയും പാപത്തിന്റെ വഴികളെയും കഴിവോളം അകന്ന് ജീവിക്കുന്നവരായിരിക്കും. For that reason, we are committing ourselves to live a life to keep the maximum distance we can from sin and sinful ways. അങ്ങനെ ദൈവമേ, അതിനായി നീ ഞങ്ങളെ സഹായിക്കണമേ. Please help us, Lord, so that we might live according to your word. പ്രിയമുള്ളവരെ, നമ്മൾ ഉറപ്പുള്ളവരായിട്ട് നമുക്ക് കിട്ടിയ രക്ഷയെക്കുറിച്ച് ഉറപ്പുള്ളവരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. Dearly beloved, let us continue to live this life with the assurance and certainty of the salvation the Lord Jesus Christ has brought us. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray.